ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ ഒത്തിരി പേരാണ് അശ്വിൻ്റെയും ശ്രുതിയുടെ വിവാഹത്തിന്റെ കാര്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ആ ഒരു ചെറിയൊരു റിവ്യൂ ആണ് പറയുന്നത്. കാരണം ഒരു മാസം കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നമ്മൾ ഇപ്പോഴേ പറയാൻ പാടില്ലെന്നാണ്. എന്നാലും അതിന്റെ ഒരു ഓൺ റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ അശ്വിനും ശ്രുതിയും കൂടിയിട്ട് അശ്വിനും ശ്രുതിയും നമ്മുടെ പ്രീതിയുടെയും അതുപോലെ തന്നെ ആകാശിന്റെയും വിവാഹവും കഴിഞ്ഞു. അപ്പൊ പ്രീതിയുടെ അതാണ് അവരുടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ചടങ്ങുകൾ ഉണ്ടല്ലോ, അതായത് പാല് കൊടുക്കല്, പഴം കൊടുക്കല്, അതുപോലെ തന്നെ അവർക്കൊരു ചടങ്ങുണ്ട്, ഒരു കെട്ടുണ്ട്, ആ കെട്ടഴിക്കണ ഒരു ചടങ്ങൊക്കെ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ആകാശത്തിന് അഴിക്കണ ചടങ്ങ്. അപ്പൊ എല്ലാവരും ആ ചടങ്ങിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. കാരണം നല്ല രസമാണ് ആ ചടങ്ങൊക്കെ കാണാനായിട്ട്. അപ്പൊ ആ ചടങ്ങിലെ കാര്യങ്ങളിലൊക്കെ എല്ലാവരും വട്ടം കൂടി ഇങ്ങനെ നിൽക്കുവാണ്. മനോരമക്ക് അപ്പോഴും വലിയ ഇഷ്ടമൊന്നും കേട്ടോ പ്രീതിനെ കല്യാണം കഴിച്ചേല്. എന്റെ മോന്റെ ജീവിതം പോയി എന്ന നിലയിലാണ് മനോരമ പറയണത്. അപ്പൊ ആ സമയത്താണ് നമ്മുടെ അശ്വിൻ ഒരു സത്യം അറിയണത്. നമ്മുടെ ശ്യാം തന്റെ ചേച്ചിനെ ചതിക്കായിരുന്നു. ശ്യാം നമ്മുടെ ശ്രുതിയുടെ പുറകെ നടക്കാണ്. ശ്രുതിയുടെ പുറകെ നടന്നിട്ട് കെഞ്ചി 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 നടക്കുന്ന ഒരാളാണെന്ന് മനസ്സിലാവാണ് അശ്വിന്. പക്ഷെ അശ്വിൻ അത് ആരും അറിയിക്കുന്നില്ല. ശ്രുതി അങ്ങനെ തന്നെയാണ്. ശ്രുതിയും ഇങ്ങനെ അറിയുന്നുണ്ട് ശ്യാം ഒരു വൃത്തികെട്ടവനാണെന്ന് അറിയുന്നുണ്ട്. അത് അടുത്ത ആഴ്ച ഉണ്ടാവും കേട്ടോ. അപ്പൊ അതിനുശേഷം ശ്രുതിയും അഞ്ജലിക്ക് വലത്ത വിഷമമല്ലോ വെച്ചിട്ട് ശ്രുതിയും ഈ കാര്യങ്ങൾ ആർത്തും പറയുന്നില്ല. അപ്പൊ ഇവരുടെ ഈ ഒരു സമയത്ത് ഈ ശ്യാമ് ശ്രുതിനെ ഒരുപാട് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉപദ്രവിക്കുന്നുണ്ട്. ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരുപാട് കൊതിച്ചതാണ്, നിന്നെ എനിക്ക് വേണം, ഒരു ദിവസമെങ്കിലും ഒരു ദിവസം എനിക്ക് നിന്നെ വേണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് ഒക്കെ സംസാരിക്കട്ടെ ശ്രുതിയുടെ അടുത്ത്. ശ്രുതിക്ക് അപ്പോൾ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഒരു പെണ്ണല്ലേ, ഒരു പെണ്ണ് എത്രമാത്രം പറഞ്ഞ് നിൽക്കാൻ പറ്റും. എന്നിട്ട് ശ്രുതി മാക്സിമം ഒഴിവാവാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ അശ്വിൻ കേൾക്കുന്നുണ്ട്. അശ്വിനാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. അശ്വിൻ ഒളിഞ്ഞിരുന്നിട്ടാണ് ഇതൊക്കെ കേൾക്കണത്. കാരണം അശ്വിൻ അതിലേക്ക് പാസ് ചെയ്ത് പോകുമ്പോഴാണ് ഇവർ സംസാരിക്കണ കേൾക്കണത്. അപ്പൊ അശ്വിൻ വിചാരിക്കും ശ്രുതിനെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് രക്ഷിക്കണം, ശ്രുതിനെ മാത്രമല്ല തന്റെ ചേച്ചിനെ രക്ഷിക്കണം ഈ ശ്യാം എന്ന് പറഞ്ഞ ഈ ഒരു ഇതിന്റെ കയ്യിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് അശ്വിൻ ചെയ്യുവാണ്, ശ്രുതിനെ, അതായത് ഈ ചടങ്ങുകളൊക്കെ നടക്കുന്ന സമയത്ത് ശ്രുതിനെ വലിച്ചുകൊണ്ട് റൂമിലേക്ക് കയറ്റുവാണ്. റൂമിലേക്ക് കയറ്റുമ്പോൾ ശ്രുതി ചോദിക്കണ്ട എന്താന്ന് ചോദിക്കുമ്പോഴേക്കും അശ്വിൻ പറയുന്നുണ്ട്, അതെ നിനക്ക് നിന്റെ ചേച്ചിനെ എത്ര ഇഷ്ടമാണെന്ന് ചോദിക്കും. എന്റെ ചേച്ചിനെയോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എന്റെ അച്ഛനും അമ്മേനെയും പോലെ ഞാൻ സ്നേഹിക്കുന്ന ഒരാളാണ് എന്റെ ചേച്ചി. അപ്പോഴേക്കും അശ്വിൻ പറയണ്ടെങ്കിൽ നിന്റെ ചേച്ചിയുടെ ജീവിതം തകരണ്ടെന്നാണെന്നുണ്ടെങ്കിൽ നീ എന്നെ ഒരു 6 മാസത്തേക്ക് വിവാഹം കഴിക്കണമെന്ന് പറയും. സാർ എന്തൊക്കെയാ പറഞ്ഞ, സാറിന് വട്ടാണോ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ വട്ടൊന്നുമല്ല, നിന്റെ ചേച്ചിയുടെ ജീവിതം സുഖമായിട്ട് പോകണം, നിന്റെ ചേച്ചിയും ആകാശും ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ ഈ വിവാഹത്തിന് ഇപ്പൊ സമ്മതിക്കണം. സാറെന്തിനാ സാർ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, അതൊക്കെ കാര്യമുണ്ട്, നീ ഇപ്പൊ സമ്മതിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ഈ അവരിപ്പോ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുവാണ് ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട്. ആ ചടങ്ങ് ഇപ്പൊ നിൽക്കും, ആകാശിന്റെ വഴിക്കും പ്രീതിയുടെ വഴിക്കും പോകും, എന്താ നിനക്കത് വേണോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതിക്ക് വളരെ വിഷമം തോന്നും കേട്ടോ. ശ്രുതിയെടുത്ത് അശ്വിൻ പറയണ്ട, നീ ഈ നിമിഷം ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടും, 6 മാസത്തെ എഗ്രിമെന്റ് മാത്രമേ നമ്മൾ തമ്മിൽ ഉണ്ടാകൂ എന്ന് പറയാണ്. ശ്രുതി അപ്പോൾ ഒരു നെഗറ്റീവായിട്ടാണ് അശ്വിനെ വിചാരിക്കണത്. ഇയാൾ എന്തൊരു മനുഷ്യനാണ്, 6 മാസം ഒരു ഭാര്യയുടെ സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ എല്ലാം, അതായത് ഭാര്യയുടെ സ്ഥാനത്ത് നിന്നിട്ട് ഞാൻ ഭാര്യനെ പോലെ ഇരിക്കണം, 6 മാസം കഴിയുമ്പോൾ എന്നെ വലിച്ചെറിയും, ഒരു പേപ്പർ വലിച്ചെറിയുന്ന പോലെ എന്നെ വലിച്ചെറിയും, അങ്ങനത്തെ രീതിയിലാണ് ശ്രുതി കാണുന്നത്. പക്ഷെ അശ്വിൻ വിചാരിക്കണം അങ്ങനെയൊന്നുമല്ല, ശ്യാമിന്റെ കയ്യിൽ നിന്ന് ശ്രുതിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. കാരണം പ്രീതി ഇപ്പൊ കല്യാണം കഴിഞ്ഞു പോയി, പിന്നെ അവിടെ വീട്ടിൽ ശ്രുതി മാത്രമാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ശ്രുതിനെ ശ്യാം എന്തെങ്കിലും ചെയ്യും, മാത്രമല്ല തന്റെ ചേച്ചിനെ രക്ഷിക്കണമല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് 6 മാസത്തെ സമയം നമ്മുടെ അശ്വിൻ ചോദിച്ചത്. പക്ഷെ ശ്രുതിയുടെ അടുത്ത് അശ്വിന് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹം ഉണ്ട് കേട്ടോ, അതുകൊണ്ട് തന്നെയാണ് കല്യാണം കഴിക്കാന്ന് പറഞ്ഞത്. പക്ഷെ ശ്രുതിക്ക് അത് മനസ്സിലാവുന്നില്ല. ശ്രുതി വിചാരിക്കും, ഇയാൾ എന്തൊരു മനുഷ്യനാണ്, 6 മാസത്തേക്ക് തന്നെ വേണോന്ന് പറയാനല്ലോ എന്ന രീതിയിലാണ് വിചാരിക്കുന്നത്. ആ അശ്വിൻ പറയണ്ട്, നീ എന്താ ഒന്നും പറയാത്തത്, നിന്റെ ചേച്ചിയുടെ ജീവിതം ഇപ്പൊ ഈ സെക്കൻഡ് നിർത്താൻ എനിക്ക് സാധിക്കും, നീ വിവാഹത്തിന് സമ്മതിക്കുകയാണെങ്കിൽ അവര് സുഖമായിട്ട് ജീവിക്കും, നമുക്ക് നമ്മുടെ വഴി ജീവിക്കാം എന്ന് പറയണം. അങ്ങനെ നിർബന്ധപൂർവ്വം നമ്മുടെ അശ്വിൻ ശ്രുതിയുടെ കഴുത്തിൽ ആ റൂമിൽ വെച്ച് താലി കെട്ടുവാട്ടോ. അതിനുശേഷം ശ്രുതിനെ ഒരു മണവാട്ടിനെ പോലെ ഒരുക്കുവാണ്. മണവാട്ടിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് നെറ്റിലെ സിന്ദൂരമൊക്കെ തൊട്ട് ഇരിക്കുവാണ്. അപ്പോഴാണ് അഞ്ജലി പറയുന്നത്, അയ്യോ ഈ കുഞ്ഞൻ ഇത് എവിടെ പോയി, എത്ര നേരം ഈ കുഞ്ഞൻ പുറത്തു പോയിട്ട് ഇതുവരെ വന്നില്ലല്ലോ, അവർ റൂമിൽ എന്ത് ചെയ്യുക. ശരിയാണല്ലോ, ശ്രുതിയും പോയിട്ട് കുറെ നേരമായി, അവർ റൂമിൽ എന്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പെട്ടെന്നാണ് അഞ്ജലി നോക്കുമ്പോൾ ഞെട്ടിപ്പോണത്. നമ്മുടെ റൂമിൽ നിന്ന് അശ്വിൻ ഇറങ്ങി വരികയാണ്. അശ്വിന്റെ വലത് കൈയിൽ ശ്രുതിയുടെ ഇടത് കൈ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ശ്രുതിയാണെങ്കിൽ ഒരു മണവാട്ടിനെ പോലെയാണ് ഇറങ്ങി വരുന്നത്. നെറ്റിയിൽ സിന്ദൂരമൊക്കെ ഉണ്ട്. അത് കാണുമ്പോൾ ഷ്യാമിനാകെ ദേഷ്യം വരും കേട്ടോ. അശ്വിന്റെ നോട്ടം ഫുള്ളും ഷ്യാമി തന്നെയായിരുന്നു. ഷ്യാമിന്റെ പ്രതികരണം, ഷ്യാമിന്റെ ആ ദേഷ്യമൊക്കെ കാണുമ്പോൾ അശ്വിന് വല്ലാത്ത ദേഷ്യം വരുന്നത്. പക്ഷെ അശ്വിൻ ഇങ്ങനെ മിണ്ടാതിരിക്കും കേട്ടോ. പെട്ടെന്ന് തന്നെ നമ്മുടെ അഞ്ജലി ചോദിക്കണ്ടേ, എന്താ കുഞ്ഞ, എന്താ നീ കാണിച്ചത്, നിങ്ങൾ എന്താ ഈ കാണിക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ, സത്യം പറ നിങ്ങൾ തമാശക്ക് ചെയ്യുന്നതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അശ്വിൻ പറയണ്ട്, ചേച്ചിക്ക് എന്താ ഇത് കാണുമ്പോൾ തമാശയായിട്ട് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ്.
ആ സമയം ശ്രുതിയുടെ അമ്മ ശ്രുതിയെടുത്തും ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി, നീ തമാശക്ക് ചെയ്യണതല്ലേ ഇതൊക്കെ, നിങ്ങളെല്ലാരും കൂടി കളിപ്പിക്കാൻ വേണ്ടി, ഇവിടെ ഒരു തമാശ കോമഡി ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതല്ലേ നിങ്ങൾ ഇതൊക്കെ എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതിയുടെ അമ്മ. അപ്പൊ ശ്രുതി പറയും, ഇല്ല, തമാശക്കല്ല, കാര്യത്തിൽ വിവാഹം കഴിച്ചു എന്ന് പറയുമ്പോഴേക്കും ശ്രുതിയുടെ അമ്മ ഒരൊറ്റടി ശ്രുതിയുടെ മുഖത്തിട്ട് കൊടുക്കുവാട്ടോ. അത് കാണുമ്പോൾ അശ്വിന് ദേഷ്യം വരുന്നുണ്ട്. കാരണം താൻ കാരണം ശ്രുതിക്കിട്ട് അടി കിട്ടിയല്ലോ എന്ന് ആലോചിച്ചിട്ട്, നീ എന്തിനാ ശ്രുതി ഇങ്ങനെ ചെയ്തത് എന്ന് അമ്മ ചോദിക്കുകയാണ്. പക്ഷെ അച്ഛനെ ഭയങ്കര സന്തോഷമാവും കേട്ടോ. കാരണം ഷ്യാമിന്റെ കയ്യിൽ നിന്ന് അശ്വിൻ തന്റെ മകളെ രക്ഷിച്ചല്ലോ എന്നുള്ള സന്തോഷമാണ് നമ്മുടെ അച്ഛന്റെ മുഖത്ത്. ആ സമയം അമ്മായി വരുന്നുണ്ട്, ശ്രുതി നീ എന്തേ കാണിച്ചത്, നിനക്കത് വട്ടായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രുതി ഒന്നും മിണ്ടാതെ കരഞ്ഞുകൊണ്ട് തന്നെ ഇങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്ത് അശ്വിൻ പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഇന്ന് മുതൽ ശ്രുതി എൻ്റെ ഭാര്യയാണ് എന്ന് പറയണം. ഇനി ഇവളുടെ മേലുള്ള അവകാശം എനിക്ക് മാത്രമേ ഉള്ളൂ, ആർക്കും വഴക്ക് പറയാനും ഇവളെ തല്ലാനും ഇവളൊന്ന് നോക്കാൻ പോലുള്ള അവകാശമില്ല എന്ന് പറയുമ്പോഴേക്കും ഷ്യാമിനെ നോക്കിയിട്ടാണ് കേട്ടോ അതൊക്കെ പറയണത്. അപ്പൊ ഷ്യാമിനെ വല്ലാത്ത പോലെ തോന്നുവാണ്. ഷ്യാമിനാണെങ്കിൽ ആകെ ദേഷ്യം വരുവാ കേട്ടോ. അതിനുശേഷം അശ്വിൻ ഒന്നും കൂടി പറയാണ്, ഞാൻ പറഞ്ഞത് എല്ലാവർക്കും കേട്ടല്ലോ, ഇവളുടെ മേൽ ഒന്ന് നോക്കാൻ പോലും ആർക്കും അവകാശമില്ല, ഇത് എൻ്റെ മാത്രം ഭാര്യയാണ്, എൻ്റെ സ്വന്തം ഭാര്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭാഗം നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അത് പ്രീതിയുടെയും ആകാശിന്റെ വിവാഹശേഷം അവരുടെ ആ ഒരു ചടങ്ങൊക്കെ കഴിയണ സമയത്താണ്. കാത്തിരുന്ന് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം. ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.